ജയിലിൽ ദേശീയ പ്രസ്ഥാനത്തിലെ പല നേതാക്കളുമുണ്ടായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു വീര സവർക്കർ. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ ഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ഫോട്ടോ വന്നിരിക്കുന്നു. ഗാന്ധിക്കും വലുതായി മുകളിൽ സവർക്കറെ വെച്ചുകൊണ്ടാണ്. അപ്പുറത്ത് ഭഗത് സിംഗ് ഉണ്ട്, ബോസ് ഉണ്ട്. ഇത്രയും പേരാണ് സ്വാതന്ത്ര്യ ദിന ചിത്രത്തിൽ ഉള്ളത്. നെഹ്റു ഇല്ല. കേട്ടോ, ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം. RSS സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. RSS സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും തുറന്നെതിർത്തു. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ അത് നല്ല രീതിയിൽ ചെലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, 1ഉം 2ഉം ലോക മഹായുദ്ധ കാലത്ത് റഷ്യൻ അലയൻസുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാരോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയില്ല. അവരെന്നാണ് പതാക ഉയർത്തി തുടങ്ങിയതെന്ന് പറയില്ല. RSS-നെ മാത്രം വേട്ടയാടുക. അപ്പോൾ ആ RSS-നെ ഒന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതുടനെ സമരസേനാനികളെ അപമാനിച്ചതാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ എടുത്ത് വെക്കുകയാണ്. ആ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതിന് പകരം സവർക്കറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഞാനും അതിനെ എതിർത്തേനെ. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഇനി സവർക്കർ ആന്റി നാഷണൽ ആണോ? സവർക്കർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? RSS ആന്റി നാഷണൽ ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇതുവരെയും ആ കാര്യത്തിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടുമില്ല. ഇനി സവർക്കർക്ക് കോൺഗ്രസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ടെന്നേ. ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. RSS പ്രസ്ഥാനത്തിന് VD സവർക്കറോട് വീർ സവർക്കർ എന്ന് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. ഇനി സവർക്കർ എവിടെയായിരുന്നു, സവർക്കർ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന വിദേശ വസ്ത്ര ബഹിഷ്കരണ പ്രതിഷേധത്തിൽ പൂനെയിൽ പങ്കെടുത്തതിന് കോളേജിൽ നിന്ന്, ഫെർഗൂസൺ കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രവും നിങ്ങൾ ഈ തള്ളി പറയുന്ന, ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയുന്ന VD സവർക്കർക്ക് ഉണ്ടെന്നത് മനസ്സിലാക്കണം. അതിനുശേഷമാണ് 1906 ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി അവിടെ രൂപീകരിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തിലടക്കം പങ്കാളിയാണ് സവർക്കർ. ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭത്തിനാണല്ലോ അറസ്റ്റിലായത്. മാപ്പിനെ കുറിച്ച് പറയുന്നപ്പോൾ എന്തിനാണ് ജയിലിലായത് എന്നതുകൂടി പറയാനുള്ള ഒരു മാന്യത കാണിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. താങ്ക് യു യുവർ എക്സലൻസി. സാഥിയോ, വന്ദേ